അവസരം കിട്ടാൻ പാർട്ടിയിൽ ചൂഷണത്തിന് നിന്നുകൊടുക്കേണ്ടി വരുന്ന അവസ്ഥയെന്ന് കോൺഗ്രസ് വനിതാ നേതാവ് സിമി റോസ്ബെൽ ജോൺ ന്യൂസ് 18 നടത്തിയ വെളിപ്പെടുത്തലിൽ പ്രതികരിക്കാതിരിക്കുകയാണ് ഇതുവരെയും കോൺഗ്രസ് നേതൃത്വം. വിഷയത്തിൽ രമേശ് ചെന്നിത്തല മാത്രമാണ് അല്പമെങ്കിലും പ്രതികരിച്ചത്. കോൺഗ്രസിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിന്റെ ഭാഗം ആണ് എന്നും ഗുരുതര ആരോപണമാണ് സിമി റോസ്ബെൽ ജോൺ ന്യൂസ് 18 ഉന്നയിച്ചത്. വിഷയം ആയുധമാക്കുകയാണ് LDF. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. എറണാകുളം പറവൂരിൽ AIYF ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം സിമി റോസ്ബെൽ ജോണിന്റെ പ്രതികരണങ്ങളിലേക്ക് പോയ ശേഷം നമുക്ക് മറ്റ് പ്രതികരണങ്ങൾ തേടാം. ഈ സിനിമയിൽ ഇപ്പം നമ്മൾ പറയുന്നു ഈ കോപ്പറേറ്റിംഗ് അഡ്ജസ്റ്റ്മെന്റുകൾക്കൊക്കെ നിന്നാലാണ് ചാൻസ് കിട്ടുക എന്ന് പറയുന്നത് നമ്മൾക്ക് സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലോടുകൂടി കേൾക്കുന്നു. പക്ഷേ രാഷ്ട്രീയത്തിൽ പറയുന്നത് വളരെ ധാർമ്മികതയുള്ള, പൊതുജനത്തോട് ധാർമ്മിക പ്രതിബദ്ധതയുള്ള ഒരു ഫീൽഡാണ്. അവിടെയും മെറിറ്റ് അല്ല ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അതൊരു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ സോളാർ കേസിലെ ഹൈബീഡനൊക്കെ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നാണ് അല്ലേ? അവരൊക്കെ നല്ല ഭൂരിപക്ഷത്താണ് ഇപ്പൊ ജയിച്ചിരിക്കുന്നത്. അപ്പൊ ജനം ഇതൊക്കെ തള്ളിക്കളയുന്ന ഒരു ഇതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ആർക്കെതിരെ എന്ത് പരാതി കൊടുത്താലും അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ നേരിട്ട് അങ്ങനെ അനുഭവമുള്ള ആൾക്കാർ അത് ഷെയർ ചെയ്തിട്ടുണ്ടോ? ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഏത് തരത്തിലുള്ള അനുഭവങ്ങളാണ്? മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്ന് പറഞ്ഞവരുണ്ട് എന്നോട്. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ പോകുമ്പോൾ എവിടെ പോകുമ്പോഴും, ഇപ്പൊ ഫിലിം ഫീൽഡിലാണെങ്കിൽ ഒരു ഡിസ്കഷൻ ഹോട്ടൽ മുറിയിലേക്ക് തനിച്ചേലുണ്ടല്ലോ, കൂടെ ആരുമായിട്ടെങ്കിലും പോകല്ലോ, അപ്പൊ ആരും കയറി പിടിക്കാൻ വരില്ലല്ലോ. അങ്ങനെയുള്ളൊരു അഡ്വൈസ് ഒക്കെയാണ് ഞാൻ സാധാരണ കൊടുക്കാറുള്ളത്. ഇപ്പൊ നമ്മൾ നല്ലതായിട്ട് നമ്മുടെ ശിരസ് നമ്മൾ ഉയർത്തി നിന്നാൽ നമ്മുടെ ശിരസ് എന്നും ഉയർന്നു നിൽക്കും. ഒരു സ്ഥാനമാനങ്ങളുടെ പിറകെ പോവാൻ വേണ്ടിയിട്ട് വിട്ടുവീഴ്ച ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്നവരുണ്ടോ ഫീൽഡിൽ? ഉണ്ടായിരിക്കാം. ഈ മോശമായിട്ട് പെരുമാറും ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ അവർക്ക് കൊടുത്ത അഡ്വൈസ് അതാണ്. അത് എന്തുകൊണ്ടാണ് മോശമായിട്ട് പെരുമാറുന്നത്? ഇപ്പൊ തന്നെയാണെങ്കിൽ ഇപ്പൊ വരുന്ന എല്ലാ ഇരകളും വേട്ടക്കാരുടെ അടുത്ത് അവരെ ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് ഇത് കാണുന്നത്. ഡിസ്കഷനും മറ്റേ കാര്യങ്ങൾക്കൊക്കെ എന്തുകൊണ്ട് അവർക്ക് കുടുംബത്തിലുള്ള ആരെങ്കിലും ആയിട്ട് പോയിക്കൂടാ? അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവൂലേ? ഫ്രണ്ട്സ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് എപ്പോൾ പോയാലും എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവും. ഇപ്പം ഞാൻ ഒറ്റയ്ക്കും സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ അടുത്ത് ആരും അങ്ങനെ പെരുമാറുന്നില്ല. എൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറുന്നില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അടുത്ത് അങ്ങനെ പെരുമാറാൻ പാടില്ല എന്നൊന്നുമില്ല. ഇപ്പൊ ജോമോള് പറഞ്ഞു എൻ്റെ കഥയിൽ ആരും മുട്ടാറില്ല എന്ന്. പക്ഷെ മറ്റുള്ളവരുടെ കഥയിൽ മുട്ടുന്നുണ്ട് എന്നാണ് പലരും ഇപ്പൊ തെളിവ് സഹിതം പുറത്തു വിടുന്നത്, ഇല്ലേ? ആ അനുഭവം രാഷ്ട്രീയത്തിലുണ്ട്. അത് സിമി റോസ്ബെൽ ജോൺ എന്ന നേതാവിനോട് മറ്റ് സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അവര് ആ സമയത്ത് ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ പ്രതികരിച്ചില്ല? പോസ്റ്റിംഗ് പ്രതീക്ഷിച്ചിട്ടായിരിക്കും. സിനിമയിലും അങ്ങനെയാണല്ലോ, അവസരങ്ങൾ കിട്ടും, പോപ്പുലർ ആവാം, പ്രശസ്തരാവാം, ഇല്ലേ? അതുപോലെ തന്നെ ആയിരിക്കാം. പക്ഷെ നമ്മള് പ്രശസ്തിയുടെ നമുക്കിതൊക്കെ തരുന്ന നമ്മുടെ കർമ്മം, എന്റെ പിതാവിനെ പഠിപ്പിച്ചിരുന്ന നമ്മൾ ചെയ്യുന്ന കർമ്മം ആ കർമ്മം നമുക്ക് തിരിച്ച് കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കൽ പോലും അസംബ്ലിയിലോ പാർലമെന്റിലോ എന്നെ വിടാതിരുന്ന പ്രൊഫസർ KV തോമസ് ഇന്ന് പാർട്ടിയിലില്ല. എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് എന്നെ, ഇല്ലേ? ലീഡർ പറഞ്ഞിട്ട് പോലും അദ്ദേഹം സമ്മതിച്ചില്ല എനിക്ക് എറണാകുളത്ത് മത്സരിക്കാനായിട്ട്. പത്മജ ചേച്ചി പറഞ്ഞിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിൽ കൊടുക്കുന്നതിൽ എനിക്കും കൂടി കൊടുക്കുക. അപ്പൊ ആ ചേച്ചിയൊക്കെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നിസ്സഹാവസ്ഥ പറഞ്ഞിട്ടുണ്ട്. തോമസ് മാഷ് DCC പ്രസിഡന്റ് ആണ്, സിമി MP ആണ്. പക്ഷെ അന്ന് ഇപ്പോഴും അതൊക്കെ തന്നെയല്ലേ നടക്കുന്നേ? ഈ അവർ എന്ന് പറയുന്നത് ആ സ്വാധീനം, ഈ നേരത്തെ ഈ ഹേമ കമ്മിറ്റിയിലൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇത് തീരുമാനിക്കുന്നു ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ, അങ്ങനെയാണോ? എന്നോട് KPCC പ്രസിഡന്റ് K സുധാകരന് വളരെ ആത്മാർത്ഥതയുണ്ട് ഉള്ളൊരു ഇതാണ് അദ്ദേഹം പറഞ്ഞത്. എന്നെ അവിടെ എറണാകുളം MP സമ്മതിക്കുന്നില്ല, പിന്നെ വരാൻ സമ്മതിക്കുന്നില്ല, പ്രതിപക്ഷ നേതാവ് സമ്മതിക്കുന്നില്ല എന്നാണ്. എനിക്ക് പാർട്ടി പ്രവർത്തനം ഇവരുടെയൊക്കെ പെർമിഷൻ വേണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പാർട്ടി മാറിയിരിക്കുകയാണ്. അതായത് കോൺഗ്രസിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ മെറിറ്റ് 25 വർഷം KV തോമസ് സാറ് ഒരുപാട് പോസ്റ്റുകൾ വഹിച്ച ഒരാളാണ്. ഒരുപാട് പേര് സൈഡ് ലൈനും ചെയ്തിട്ടുണ്ട്. DCC പ്രസിഡന്റ് ആയിരുന്നു, KPCCയുടെ ട്രഷറർ ആയിരുന്നു അദ്ദേഹം, നിരവധി തവണ MP ആയിരുന്നു അദ്ദേഹം, ഇല്ലേ?
ഈ സ്ത്രീകളെ ജയിക്കുന്ന സീറ്റുകൾ കൊടുക്കുന്നില്ല എന്നതൊക്കെ പത്മജ വേണുഗോപാൽ അടക്കം അഭിമുഖത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരൊന്നും ഇപ്പൊ പാർട്ടിയിൽ ഇല്ലതാനും. അപ്പം ഈ തരത്തിൽ ഒരു വെട്ടി നിരത്തലുകൾ നടക്കുന്നുണ്ട് സ്ത്രീകൾക്ക് നേരെ. അതുകൊണ്ട് കൂടിയാണോ അവസരങ്ങളുണ്ടല്ലോ? കഴിഞ്ഞ തവണ നിരവധി വനിതകൾക്ക് തെരഞ്ഞെടുപ്പിന് സീറ്റ് കൊടുത്തു. വലിയ ത്യാഗമൊന്നും സഹിക്കാതെ തന്നെയാണ് പ്രവർത്തന പാരമ്പര്യം ഒക്കെ നോക്കിയിട്ടാണ് കൊടുത്തതല്ല. ഞങ്ങളുടെയൊക്കെ സമയത്ത് വെട്ടി നിരത്തുമായിരുന്നു. പക്ഷെ ഇപ്പൊ അതില്ല. ഇപ്പോ KS യിലും യൂത്ത് കോൺഗ്രസിലും ഒന്നും പ്രവർത്തിക്കണ്ട, മഹിളാ കോൺഗ്രസിലും പ്രവർത്തിക്കണ്ട, പെട്ടെന്ന് ലീഡർ ആവാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ. അപ്പോ അങ്ങനെ പെട്ടെന്ന് നേതൃനിരയിലേക്ക് വരാൻ കഴിയുന്ന ക്രൈറ്റീരിയ എന്താണ്? അവരുടെ സ്വാധീനം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കോ? ഇവിടെ ദീപ്തി മേരി വർഗീസ് പാർട്ടിയിൽ റിബലായി മത്സരിച്ച് കൊച്ചിൻ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഒരു സീറ്റിനാണ് മേയർ സ്ഥാനം ശ്രീ N വേണുഗോപാലിന് നഷ്ടമായത്. അപ്പോ അവരെ പാർട്ടിയിൽ 6 വർഷത്തേക്ക് പുറത്താക്കി. അവര് തിരിച്ചു വന്ന വലിയ പദവിയിലാണ്. അവര് 6 മാസത്തിനുള്ളിൽ തന്നെ, 6 ആണോ 3 ആണോ എന്നറിയില്ല, അവർക്ക് 23 വോട്ട് കിട്ടിയതാണ്. അവര് പെട്ടെന്ന് നേതാവായി. പിന്നെ അവരിപ്പോ മീഡിയ സെല്ലിന്റെ ചെയർപേഴ്സൺ ആണ്. അവര് എത്രയോ കേസുകളിൽ പ്രതിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവരെ സ്പോൺസർ ചെയ്യാനായിട്ട് ഇവിടുത്തെ MP ഉണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ? അതൊരു ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം. സ്പോൺസർ ഇല്ലാതെ പോയത് എന്റെ അയോഗ്യതയാണോ? ആണോ? ഞാൻ വിശ്വസിക്കുന്നില്ലത്. അല്ല, ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ നേതൃനിരയിലേക്ക് ഉയർന്നു വരുന്ന പല സ്ത്രീകളും ആ ഒരു മെറിറ്റ് ഇല്ലാതെയാണ്, അല്ലെങ്കിൽ ഈ സ്വാധീനം കൊണ്ട് മാത്രമാണ് വരുന്നത് എന്ന് കൂടിയാണോ പറയുന്നത്? മെറിറ്റ് ഉള്ളവരുമുണ്ട്, പക്ഷെ അവർക്ക് എത്തേണ്ടത് എത്താൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്തുകൊണ്ടാണ്? എന്നോട് ചോദിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എങ്കിലും ഒരു മുതിർന്ന നേതാവാണ്, ഈ സംഘടനയിലെ ഒരു മുതിർന്ന നേതാവാണ്. എന്തുകൊണ്ട് അവർക്ക് എത്താൻ കഴിയുന്നില്ല എന്നതിനെ സംബന്ധിച്ച് ഒരു ചിത്രവും ഒരു ധാരണ ഇല്ലാതിരിക്കില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? അത് നേതാക്കളുടെ ഗുഡ് ബുക്കിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ ദീപ്തി മേരി വർഗീസ് ഉമ്മ തോമസിനെതിരെ വോട്ട് ചെയ്തതിന്റെ തെളിവ് സഹിതം ദല്ലാൽ നന്ദകുമാർ ഹാജരാക്കി. ദല്ലാൽ നന്ദകുമാർ വെല്ലുവിളിച്ചു, മാനനഷ്ട കേസിന് കേസ് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തോ? അത്രയും ഗുരുതരമായ ഒരു തെറ്റ് ചെയ്തിട്ട് പാർട്ടി സംരക്ഷിക്കുന്നില്ലേ? ഇല്ലേ? ഉമ്മ തോമസ് എന്നോട് അതിനെക്കുറിച്ച് സംസാരിച്ചതാണ്, നമ്മളെല്ലാം ചാനലിൽ കണ്ടതാണ്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ന്യൂസ് 18 സിമി റോസ്ബെൽ ജോൺ ഉന്നയിച്ചത്. ന്യൂസ് 18 ആ വാർത്ത, ആ പ്രതികരണം, വെളിപ്പെടുത്തൽ അത് പുറത്തുവിട്ടതിന് പിന്നാലെ രാഷ്ട്രീയ കേരളത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടുകളും പ്രതികരണങ്ങളും വരികയും ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴും കോൺഗ്രസ് നേതൃത്വം മൗനം പുലർത്തുകയാണ്. രമേശ് ചെന്നിത്തല മാത്രമാണ് ആ പേരിന് പ്രതികരിക്കുകയും ചെയ്തത്. അപർണ കുറിപ്പ് ചേരുന്നുണ്ട്. അപർണ, രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഒഴിച്ചു നിർത്തിയാൽ മറ്റൊരു പ്രതികരണം ഈ വിഷയത്തിൽ കോൺഗ്രസിൽ നിന്ന് ഉണ്ടാകുന്നില്ല. പേരെടുത്ത് വിമർശിക്കുന്നുണ്ട്. കേവലം ഒരു കോൺഗ്രസ് പ്രവർത്തക എന്നതിനപ്പുറം അതൊരു AICC അംഗമാണ്. അവർ മുൻ PSC അംഗമാണ്. മഹിളാ കോൺഗ്രസിന്റെ മുൻ ദേശീയ സെക്രട്ടറിയാണ്. വലിയ വലിയ പദവികളിൽ പാർട്ടിയിൽ നിലനിന്നിരുന്ന ആളാണ് സിമി റോസ്ബെൽ ജോൺ. അത്തരമൊരു മുതിർന്ന നേതാവ് ഇങ്ങനെ പേരെടുത്ത് വിമർശിക്കുമ്പോൾ, പേരെടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ഈ മൗനം തുടരുന്നതിൽ തന്നെ ഒരു പ്രശ്നമില്ലേ? എൽദോ, ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ഒരുപക്ഷെ നമുക്കറിയുന്ന പോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് വരുന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഈ വലിയ ആളിക്കത്തലുകളും വെളിപ്പെടുത്തലുകളും നടക്കുമ്പോഴാണല്ലോ നമ്മൾ ഇങ്ങനെ ഒരു വിഷയം ഇത് രാഷ്ട്രീയത്തിലും അഭിസംബോധന ചെയ്യേണ്ടതാണ് എന്നൊരു ട്വിസ്റ്റിലേക്കും അങ്ങനെ ഒരു ബ്രേക്കിംഗിലേക്കും ഒക്കെ എത്തുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാരിനെതിരെ കൃത്യമായി ഒരു പ്രതിഷേധം ശക്തമാക്കുക, CPM-നകത്ത് പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുക, അങ്ങനെ കോൺഗ്രസ് ഒരു ഫ്രണ്ട് റോളിൽ തന്നെ നിന്ന് ആ പ്രതിഷേധം ശക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പൊക്കോട്ടിരുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ വരുന്നത്. അത് പാർട്ടിയെ വല്ലാത്ത തരത്തിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സമീപിച്ചപ്പോൾ പലരും ഈ വിഷയം അത് വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. പക്ഷെ എങ്ങനെയാണ് ഇതിനകത്ത് പ്രതികരിക്കേണ്ടത്, പ്രത്യേകിച്ച് പേരെടുത്തുള്ള പരാമർശങ്ങൾ ഇതിനകത്ത് ഉണ്ടായതുകൊണ്ടും അത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെ പേരുകൾ തന്നെ പരാമർശിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പാർട്ടിക്ക് ഇതിനകത്ത് കൃത്യമായി പ്രതികരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്ന് തന്നെ പലരും നമ്മളോട് നേരിട്ട് പറഞ്ഞു. കോൺഗ്രസിൽ നിന്ന് പോയ
നേതാക്കന്മാരടക്കം വനിതാ നേതാക്കന്മാരടക്കം പറഞ്ഞത് പാർട്ടിക്ക് വലിയ നാണക്കേട് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുണ്ട്. പാർട്ടിക്ക് ഒരുപക്ഷെ ഈ തുറന്ന പറച്ചിലുകൾ ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ ഇതിനകത്തുണ്ട്. പാർട്ടിക്ക് പൂർണ്ണമായി ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമോ? പാർട്ടി എന്ത് നിലപാട് പറയും? അല്ലെങ്കിൽ പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വം ഈ വിഷയത്തിനകത്ത് എങ്ങനെ പ്രതികരിക്കണം എന്നത് സംബന്ധിച്ച് അവിടെ ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ. ഇന്നലെ അടക്കം ഈ വിഷയത്തിൽ പാർട്ടി കൂടി പാർട്ടി കോമൺ ആയിട്ട് എന്തുത്തരമാണ് പറയേണ്ടത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തമായ തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയിട്ടില്ല. ഇന്നും പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ പ്രതികരിക്കുമോ എന്ന് നമ്മൾ ഉറ്റുനോക്കുകയാണ്. CPM ഇത് പ്രചാരണ ആയുധമാക്കാൻ, LDF ഇത് പ്രചാരണ ആയുധമാക്കാൻ ഉദ്ദേശിക്കുകയും CPIയുടെ യുവജന സംഘടനകളടക്കം പ്രതിഷേധത്തിലേക്ക്, പരസ്യ പ്രതിഷേധത്തിലേക്കും പ്രൊട്ടസ്റ്റിലും ഒക്കെ നീളുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ പറഞ്ഞു വന്നത് സിനിമാ വിഷയത്തിൽ എന്തുകൊണ്ട് കൃത്യമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല, ഇങ്ങനെയുള്ള അലിഗേഷൻസ് വരുമ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ, ആരോപണ വിധേയരാവർ മാറി നിൽക്കണ്ടേ, അവരുത്തരം പറയണ്ടേ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതേ ധാർമ്മികത ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകണ്ടേ, ആ ഔദ്യോഗിക നേതൃത്വത്തിന് ഉണ്ടാവണ്ടേ? ആരോപണം മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു അവസര നിഷേധം മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുകയാണ് എന്നാണ് പറയുന്നതെങ്കിൽ പോലും അത് പാർട്ടിയുടെ ഔദ്യോഗിക നേതാക്കൾ ഇത് വിശദീകരിക്കണ്ടേ, അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തണ്ടേ? കാരണം സിനിമ ഫ്രറ്റേണിറ്റിയെ എത്രത്തോളം വിമർശിച്ചത് ഇത് മാറി നിൽക്കുന്ന ഉത്തരം പറയാതെ ഒളിച്ചോടുകയാണ്. അപർണ, ഈ ഒരുപാട് മുതിർന്ന നേതാക്കളുടെ പേരുൾപ്പെടെ പരാമർശിച്ചുകൊണ്ടുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും മറ്റൊരു കാര്യം, ഈ മൗനം തുടരുമ്പോഴും ഈ മുതിർന്ന നേതാക്കളെ, പ്രായമായ സ്ത്രീകളെ പരിഹസിക്കുന്നത് ഉൾപ്പെടെ. അപ്പോൾ ആ വിഷയത്തിൽ എങ്കിലും, അല്ലെങ്കിൽ മറ്റ് ഗുരുതര ആരോപണങ്ങൾ ഇല്ലെങ്കിൽ പാർട്ടിയിൽ ഉണ്ടാകുന്ന സംഘടനാപരമായിട്ടുള്ള പ്രവർത്തന മേഖലകളിൽ പോലും ഇത്തരത്തിൽ പ്രതികരണങ്ങൾ, പരിഹാസങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള പ്രതികരണത്തിനെങ്കിലും മറുപടി നൽകേണ്ടതല്ലേ? മറ്റ് ആരോപണങ്ങൾ മാറ്റിവെക്കാം, തൽക്കാലത്തേക്ക് അതിൽ മറുപടി പറയുന്നില്ല എന്ന് കരുതാം. എങ്കിൽ പോലും സംഘടനയ്ക്കുള്ളിലെ വിഷയങ്ങളിൽ നേതൃത്വത്തിന്, അത് VD സതീശൻ മറുപടി പറയണമെന്നില്ല, മറ്റുള്ളവർക്കെങ്കിലും മറുപടി പറഞ്ഞുകൂടെ? ഇന്നലെ നമ്മൾ ഈ അഭിമുഖത്തിനകത്ത് കൊടുത്ത പോലെ റോസക്കുട്ടി ടീച്ചർ അടക്കമുള്ളവരെ പരസ്യമായിട്ട് പരിഹസിച്ചു, അവഹേളിച്ചു, പ്രായം നോക്കിയാണ് സ്ത്രീകളോട് പെരുമാറുന്നത് എന്നതടക്കമുള്ള ഒരു വിഷയമുണ്ട്. അതിനകത്ത് എത്ര പേർക്ക് പ്രതികരിക്കാൻ കഴിയും, എത്ര പേർ കോൺഗ്രസിനകത്ത് ഉണ്ട് എന്നുള്ളതൊരു വലിയ ചോദ്യമാണല്ലോ. കാരണം റോസക്കുട്ടി ടീച്ചറെ മാറ്റി നിർത്താം. ഇതേ സമാനമായിട്ടുള്ള അനുഭവം പത്മജ വേണുഗോപാൽ ന്യൂസ് 8നോട് തന്നെ ഒരിക്കൽ പ്രതികരിച്ചതാണ്. എങ്ങനെയാണ് കണക്കാക്കുന്നത്? നമ്മൾ വേദിയിലിരിക്കുമ്പോൾ സ്ത്രീകളോട് ഏത് തരത്തിലുള്ള ഒരു മോശമായിട്ടുള്ള കമന്റുകളൊക്കെയാണ് പറയുന്നത് എന്നൊരിക്കൽ പത്മജ പറഞ്ഞതാണ്. ഈ വിഷയത്തിനകത്ത് പത്മജ വേണുഗോപാൽ മറ്റു മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത്, ഈ പാർട്ടിക്കകത്ത് നിന്ന് പുറത്തു പോയിട്ടുള്ള വനിതാ നേതാക്കളുണ്ട്. ലതിക സുഭാഷ് ആണെങ്കിൽ, ശോഭന ജോർജ് ആണെങ്കിൽ, പത്മജ വേണുഗോപാൽ ആണെങ്കിൽ, അങ്ങനെ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും ഈ പാർട്ടിക്ക് പുറത്താണ് നിൽക്കുന്നത്. അവരെന്ത് പറയുന്നു എന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ള സമയമാണ്. ഒരുപക്ഷെ ഒരു പാർട്ടിയിൽ നിന്ന് മാറി മറ്റൊരു പാർട്ടിയിൽ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് എത്രത്തോളം തുറന്നു പറയുമെന്ന് അറിയില്ല. പക്ഷെ എന്തോ ചോദിച്ച പോലെ തന്നെയുള്ള മറ്റു ചില വിഷയങ്ങൾ മാറ്റി നിർത്തിയാൽ പോലും, ഇപ്പോൾ കാസ്റ്റിംഗ് കൗച്ച് എന്നതടക്കമുള്ള വലിയ ആരോപണങ്ങളെ മാറ്റി നിർത്തിയാൽ പോലും സ്ത്രീകളോടുള്ള പെരുമാറ്റം അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതികരണം വരേണ്ടതാണ്. CPMന്റെ അടക്കം വനിതാ സംഘടനകളും DYFI ഒക്കെ ഈ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിലുള്ള ഒരു പ്രതികരണത്തിന് അപ്പുറത്തേക്ക് നേരിട്ട് ഈ വിഷയത്തിനകത്ത് ഒരു പ്രതികരണം എനിക്ക് തോന്നുന്ന മാഷെ അല്ലാതെ ഔദ്യോഗിക പ്രതികരണങ്ങൾ വന്നിട്ടില്ല. ഒരു പക്ഷേ ഔദ്യോഗിക പ്രതികരണങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ, കാരണം സിനിമയല്ല രാഷ്ട്രീയമാണ്, അതുകൊണ്ട് കുറച്ചുകൂടി ഒരു പാർട്ടി നിലപാട് എന്ന തരത്തിലായിരിക്കണം അതിന്റെ ഒരു പ്രതികരണം ഉണ്ടാകുക. വനിതാ നേതാക്കളുടെ ഭാഗത്തു നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ വരും മണിക്കൂറുകൾ ഉണ്ടാകുമെന്നുള്ള ചില സൂചനകൾ, അത്തരമുള്ള ചില റെസ്പോൺസുകൾ നമുക്കുണ്ട്. അത് ഏത് തരത്തിലാണ് അവരുടെ പാർട്ടി അവരെ അതിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് എന്നതുകൂടിയിരിക്കും. അതുകൂടി നമ്മൾ വാച്ച് ഔട്ട് ചെയ്യണമല്ലോ ഈ സമയത്ത്. ഉറപ്പായും അത് വലിയ പ്രതികരണ സാധ്യതയാണ്. മാത്രമല്ല, ഇത് കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് ഇപ്പോൾ AYFന്റെ പ്രതിഷേധം എന്ന് പറവൂരിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലം നോക്കുമ്പോൾ ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി കൃത്യമായി ന്യൂസ് 18 വാർത്തയെ ഉദ്ധരിച്ച് തന്നെ കോൺഗ്രസിലെ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച്, കോൺഗ്രസിലെ ഇത്തരം മോശം സാഹചര്യങ്ങളെ പറ്റിയൊക്കെ പ്രതിപാദിച്ചിരുന്നു. ഞാൻ ഡാനി പോളിലേക്ക് പോകുന്നു. കൊച്ചിയിലുണ്ട് ഡാനി പോൾ. ഡാനി, ഈ പറവൂരിൽ നിന്ന് ഒരു പ്രതിഷേധത്തിന് AYF കോപ്പ് കൂട്ടുകയാണല്ലോ. അപ്പോൾ ആ ഒരു സാഹചര്യം, അത് ന്യൂസ് 18 വാർത്തയുടെ പിന്നാലെയാണ്. ന്യൂസ് 18 വാർത്തയുടെ പ്രതികരണം, അതിന്റെ ഇമ്പാക്റ്റ് ആയിട്ടാണ് ഇന്ന് അത്തരത്തിലൊരു പ്രതിഷേധം നടക്കുകയും ചെയ്യുന്നത്. ഡാനി, എപ്പോഴാണ് പ്രതിഷേധം? മാത്രമല്ല, കോൺഗ്രസ് നേതാക്കൾ, അത് കൊച്ചിയിലെ നേതാക്കളുടെ പേരെടുത്ത് തന്നെയാണ് സിമി
റൈറ്റ്, ഞാൻ ഡാനിലേക്ക് വരുന്നതിന് മുമ്പ് അപ്പോൾ ASF നേതാവ് എൻ അരുൺ ഇപ്പോൾ ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ അരുൺ, വലിയ ഒരു പ്രതിഷേധത്തിനാണ് അവിടെ കളമൊരുങ്ങുന്നത്. കാരണം സിമി റോസ്ബെൽ ജോണിന്റെ വെളിപ്പെടുത്തലുകൾ ഗുരുതരമാണ്. ന്യൂസ് 18 പുറത്തുവിട്ട ആ പ്രതികരണങ്ങൾ അത് രാഷ്ട്രീയത്തിൽ കൂടുതൽ ചലനമുണ്ടാക്കുമെന്ന തരത്തിൽ സംശയമില്ല. കോൺഗ്രസിൽ ഇത്തരമുള്ള അപജയങ്ങൾ അത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഉറപ്പായിട്ടും AIYF ആണ് കേട്ടോ, AISF അല്ല. തലമുറയായി AIYF ഇന്ന് അവിടെ പ്രതിഷേധം തീരുമാനിച്ചിട്ടുണ്ട്. കാരണം പൊതുയിടങ്ങളിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക എന്ന പ്രതിജ്ഞാബദ്ധ നിലപാടുമായിട്ട് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ പൊതു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം അതിന്റെ ഭാഗമായി നിൽക്കേണ്ടതുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ സിനിമാ മേഖലയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് വലിയ കോലാഹലങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ഒരു ഗുണത്തിനും നമ്മുടെ സ്ത്രീ സുരക്ഷയ്ക്കും ഉപകരിക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഈ ഒരു ഘട്ടത്തിലാണ് പൊതു രാഷ്ട്രീയ രംഗത്തും പ്രത്യേകിച്ചും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇത്തരത്തിൽ സ്ത്രീ സുരക്ഷ ഇല്ല എന്ന ഏറ്റവും ഉയർന്ന ഘടകമായിട്ടുള്ള AICC അതിന്റെ ഭാഗമായിട്ടുള്ള AICC മെമ്പർ സിമി റോസ്ബെൽ ജോണിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെ അതിൽ അവരുടെ വെളിപ്പെടുത്തൽ അതിന്റെ ഭാഗമായി വരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ഇതിനെല്ലാം പ്രധാനപ്പെട്ട ഉത്തരവാദി പ്രതിപക്ഷ നേതാവാണ് എന്ന് AICC അംഗം തന്നെ വെളിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ AIYFന്റെ പ്രതിഷേധം അവിടെ ഉയർത്തുന്നത് അന്വേഷണം നടത്തുക എന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. വലിയ രൂക്ഷമായ പ്രശ്നങ്ങളാണ് പൊതുമണ്ഡലത്തിൽ ഉൾപ്പെടെ. കാരണം നമ്മുടെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ അരുതാത്ത സംഭവങ്ങൾ ഉണ്ടായാൽ അതിനെ തിരുത്താൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് കേരളത്തിലെ പൊതു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. അതിൽ കേരളത്തിലെ പൊതു രംഗത്ത് ഏറ്റവും കൂടുതൽ നിലപാട് സ്വീകരിക്കുന്ന ഏറ്റവും കൂടുതൽ ഈ ഘട്ടത്തിൽ ഉൾപ്പെടെ ശക്തമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയ പ്രതിപക്ഷ നേതാവിനെതിരെയാണ് സ്വന്തം പാർട്ടിയിലെ ഉയർന്ന ഘടകത്തിലെ ഒരു സ്ത്രീ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ബന്ധപ്പെട്ട നിരവധി തെളിവുകളും ആണ് സിമി റോസ്ബെൽ ജോൺ ന്യൂസ് 18 ചാനലിൽ നടത്തിയിട്ടുള്ള അഭിമുഖത്തിൽ അവരുടെ വെളിപ്പെടുത്തൽ രൂപേണ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം അന്വേഷണം നടത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കണം എന്നാണ് AIYF ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറവൂരിൽ തന്നെ ഈ ക്യാമ്പയിൻ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് തന്നെ പറവൂരിൽ AIYFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. പ്രതിപക്ഷ നേതാവ് മൗനം വെടിഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനം നടത്തണം. മോഹൻലാൽ അഭിപ്രായ പ്രകടനം നടത്തണം, മമ്മൂട്ടി അഭിപ്രായ പ്രകടനം നടത്തണം എന്നൊക്കെയാണല്ലോ ഇതുവരെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നു പ്രതിപക്ഷ നേതാവ് മൗനം വെടിഞ്ഞ് ഈ വിഷയത്തിൽ അഭിപ്രായ പ്രകടനം നടത്തണം. വളരെ നന്ദി എൻ അരുൺ പ്രതികരിച്ചതിന്. AIYF നേതാവ് എൻ അരുണാണ് പ്രതികരിച്ചത്. ഇന്ന് പറവൂരിൽ വലിയൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട് AIYF. VD സതീശൻ മൗനം വെടിഞ്ഞ് പ്രതികരിക്കണം, അതിന് മറുപടി നൽകണം, ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകണം എന്നുള്ളതാണ് AIYFന്റെ ആവശ്യം. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇപ്പോൾ AIF നേതാവ് എൻ അരുൺ സൂചിപ്പിച്ചതുപോലെ മൗനം അത് വെടിയേണ്ട സമയമായി. പ്രതിപക്ഷ നേതാവും മറ്റ് കോൺഗ്രസ് നേതാക്കളും രമേശ് ചെന്നിത്തല ഒഴികെയുള്ള നേതാക്കൾ ആരും ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിട്ടില്ല. ശരി.